എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. തിരുപ്പതിയിൽ നടന്ന ഒരത്ഭുതത്തിനെ പറ്റിയാണ് പറയാൻ പോണത്. തിരുപ്പതിയിൽ ഗംഭീരമായിട്ടാണ് രഥോത്സവം നടക്കാറല്ലേ. സ്വർണ്ണത്തേരാണ് തിരുപ്പതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ രഥം. സ്വർണ്ണരഥത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ രഥം വലിച്ച് ക്ഷേത്രത്തിന് 3 വലം വയ്ക്കുന്നത്. ആ രഥം നീങ്ങിത്തുടങ്ങുമ്പോൾ വാദ്യഘോഷങ്ങളും നാമജപങ്ങളും എല്ലാം മുഴങ്ങും അന്തരീക്ഷത്തിൽ. അങ്ങനെ ഗംഭീരമായിട്ടാണ് ഈ തേര് ഉത്സവം നടത്താറുള്ളത്. ഈ തിരുപ്പതി ദേവസ്ഥാനത്തിനടുത്തൊരു മഠത്തിൽ വിവാഹം കഴിഞ്ഞ് 2 ദമ്പതിമാരുണ്ടായിരുന്നു. അവർക്ക് മക്കളില്ല. ആ ഒരു വിഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ തിരുപ്പതി ഭഗവാനെ പലവട്ടം ഭജനമിരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ ഇവർ ഒരുപാട് തവണ ഭജനമായിരുന്നു ഒരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരുപാട് പൈസ ചിലവാക്കി ചികിത്സകൾ നടത്തി. അതുപോലെ ഒരുപാട് വഴിപാടുകൾ നടന്നു. ദിവസേന പൂജകൾ ചെയ്തു. ആയുർവേദവും അലോപ്പതിയും എല്ലാം നോക്കി. എന്നിട്ടും കുട്ടികളുണ്ടായില്ല. ഒരുപാട് ഭയങ്കര വിഷമായി അവർക്ക്. ഒരുപാട് നാൾ അവരങ്ങനെ കഴിച്ചു കൂട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ദമ്പതിമാരിലെ ഭാര്യ ഒറ്റയ്ക്ക് തിരുപ്പതി ഭഗവാന്റെ നടയിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. എനിക്ക് ഒരാൺകുഞ്ഞുണ്ടായാൽ 15 വയസ്സാവുമ്പോൾ അവിടുത്തെ തേരിൻ്റെ മുമ്പിൽ കിടത്തിക്കോളാം. ആ തേര് കയറി അവൻ മരിച്ചു പൊക്കോട്ടെ, എന്നാലും എനിക്ക് 15 വയസ്സ് വരെ ഞങ്ങൾക്കവനെ വളർത്താലോ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഭഗവാനെ എൻ്റെ അഭ്യർത്ഥന നിരസിക്കരുതേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ തിരുപ്പതി ഭഗവാൻ സ്വപ്നത്തിൽ ഈ സ്ത്രീയോട് പറഞ്ഞു, നിനക്കൊരാൺകുഞ്ഞ് 10 മാസം തികയുമ്പോൾ പിറക്കും. അവന് 15 വയസ്സാവുന്ന അന്ന് അവനെ എൻ്റെ തേരിൻ്റെ മുമ്പിൽ കിടത്താൻ നീ ഒരു മടിയും കാണിക്കരുത്. എൻ്റെ തേര് കയറി അവൻ എന്നോടൊപ്പം ചേരും. ഈ കാര്യം നീ നിൻ്റെ ഭർത്താവിനോട് പോലും മുൻകൂട്ടി പറയരുത്. സമയമാവുമ്പോഴേ പറയാൻ പാടുള്ളൂ, മുൻകൂട്ടി പറയരുത്. ആ സമയമാവുമ്പോൾ പറയുകയും വേണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മറിഞ്ഞു. ഈ സ്ത്രീ ഞെട്ടി ഉണർന്നു. ആകെ വിറച്ച് വിയർത്ത് എന്താ വേണ്ടതെന്ന് അറിയാണ്ട് എങ്ങോട്ട് എണീറ്റിരുന്നപ്പം ഭർത്താവ് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് കിടന്നു. ഇപ്പം പറയരുത് എന്നല്ലേ പറഞ്ഞത് ഭഗവാൻ. ശ്രീമതി ഈ പ്രാർത്ഥന തിരുപ്പതി ഭഗവാൻ ഇവരുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചു. 10 മാസം കഴിഞ്ഞപ്പോൾ 10ാം മാസത്തിൽ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. ഈ 2 പേർക്കും ബന്ധുക്കൾക്കും എല്ലാം ഈ ഒരു ആൺകുട്ടി തന്നെ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായി. വിചാരിച്ചിട്ടില്ല ഉണ്ടാവുമെന്ന്. അങ്ങനെ സാമാന്യം സന്തോഷമായിട്ട് അങ്ങനെ കഴിയാണ്. ഈ ഭർത്താവ് കുഞ്ഞിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഒരുപാട് വഴിപാടുകൾ തിരുപ്പതിയിൽ ചെയ്തു. ദിവസേന ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ 2 പേരും ഭഗവാന്റെ നടക്കെ പോയി തൊഴും. സന്തോഷമായിട്ട് തിരിച്ചു പോരും. അങ്ങനെ ആർക്ക് കണ്ടാലും അങ്ങനെ ആറ്റുനോറ്റുണ്ടായ ആ മകനാണെങ്കിലോ നല്ല തടിച്ച് കൊഴുത്ത് ആർക്ക് കണ്ടാലും ഒന്ന് എടുത്ത് ഓമനിക്കാൻ തോന്നണ അത്രയും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു ഉണ്ണി ആയിരുന്നു. കാണുമ്പോൾ എല്ലാവർക്കും ഇതിനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഈ കുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു ആഹ്ലാദം വരും. പക്ഷേ ഈ ഉണ്ണിയുടെ അമ്മയ്ക്ക് മാത്രം ഒരു സന്തോഷം ഉണ്ടായില്ല. അവനെ എടുത്തിട്ട് അമ്മിഞ്ഞ പാൽ കൊടുക്കണ സമയത്തും
ഒക്കെ ഈ സ്ത്രീ ഇരുന്ന് കരയും. ഇതെന്താ ഇങ്ങനെ എന്ന് ഇടയ്ക്ക് ഈ ഭർത്താവ് ഇത് കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എന്തിനാ ഈ കരയുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും പറയാറില്ല. ഭഗവാന്റെ അരുളപ്പാടാണ് ആരോടും പറയരുതെന്ന്. പക്ഷേ ഈ 15 വയസ്സ് തികയണ സമയത്ത് ഈ തങ്കക്കുടത്തിനെ അങ്ങോട്ട് ഉപേക്ഷിക്കണമല്ലോ എന്നിങ്ങോട്ട് ഓർക്കുമ്പോൾ ആ അമ്മയുടെ ഹൃദയം പിടയും. അതാണ് ഇങ്ങനെ ഇരുന്ന് കരയും, ആരോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഈ മകൻ്റെ 15-ാം പിറന്നാൾ അടുത്ത് വന്നു. ഭഗവാന്റെ ഈ തേരോട്ടത്തിൻ്റെ അന്ന് തന്നെയാണ് ഈ മകൻ്റെ പിറന്നാളും. 15-ാം പിറന്നാളുകൾ വരുന്നത് ഈ തേരോട്ട ദിവസം തന്നെയാണ്. ഈ പിറന്നാളും തേരോട്ടവും ഒക്കെ അടുത്തടുത്ത് വരുന്തോറും ഈ അമ്മയുടെ കരച്ചിൽ കൂടി വന്നു. 15 വയസ്സുള്ള മകൻ അന്ന് അമ്മയുടെ അടുത്തൊരു ദിവസം ചെന്നിട്ട് ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ കരയണത് എന്ന് ചോദിച്ചു. അപ്പോഴും ആ മകനോടും ഒന്നും പറഞ്ഞില്ല. അവരിങ്ങനെ വിചാരിക്കുക, ഭഗവാനെ എഴുന്നള്ളിച്ച വാദ്യഘോഷങ്ങളോടുകൂടി ഈ സ്വർണ്ണരഥത്തിൻ്റെ മുമ്പിൽ ആ വാദ്യഘോഷങ്ങളോട് കൂടി വരുന്ന ആ സ്വർണ്ണരഥത്തിൻ്റെ മുമ്പിൽ ഈ ഓമനക്കുട്ടനെ കിടത്തണ്ടേ. സ്വാമിയുടെ ആ വലിയ രഥമാണ് അത്. ഇരുമ്പിൻ്റെ ആണത്രേ, ചക്രം ഇരുമ്പിൻ്റെ ആണത്രേ. വലിയ രഥം അങ്ങനെ നീങ്ങുമ്പോൾ മകൻ അവിടെ കിടന്നാൽ ഈ ശരീരത്തിൽ കൂടി അങ്ങോട്ട് കയറിപ്പോവും രഥത്തിൻ്റെ ചക്രം. അതിൻ്റെ അടിയിൽ പെട്ട് അവൻ്റെ ശരീരം ചതഞ്ഞരഞ്ഞ് ചക്രത്തിലൊക്കെ പറ്റിപ്പിടിക്കും. അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് അവർ. അവൻ്റെ ആത്മാവ് ഭഗവാനോട് ലയിക്കും. ഭഗവാന്റെ മുമ്പിൽ വെച്ച് സത്യമായിട്ട് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ് 15-ാം പിറന്നാളിൻ്റെ അന്ന് ഈ 15-ാം വയസ്സായാൽ ഈ തേരിൻ്റെ മുമ്പിൽ കിടത്തിക്കോളാം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ്, വാക്ക് കൊടുത്തതാണ് ഭഗവാന്. അല്ലേ, പാലിക്കാതിരിക്കാൻ പറ്റുമോ? മകൻ്റെ ശരീരത്തിൽ ഈ രഥത്തിൻ്റെ ചക്രം ഉരുണ്ട് കയറി ആ ശരീരം അങ്ങനെ അരഞ്ഞു തീർന്നത് എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക? എല്ലാമായിട്ടുള്ള ആറ്റുനോറ്റുണ്ടായ ആ ഉണ്ണിയാണ് അത്. അതിനേക്കാളും എല്ലാമായിട്ടുള്ള ഭർത്താവിനോട് എങ്ങനെയാണ് പറയുക? ഈ രഹസ്യം മൂടി വയ്ക്കാൻ പറ്റില്ല, പറയാണ്ട് പറ്റില്ല. അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ എന്തു വിഷമം ഉണ്ടാവും. എങ്ങനെ പല സങ്കടങ്ങളുമായിട്ട് അവരിങ്ങനെ കഴിച്ചുകൂട്ടി. നാളെ തേര് ഉത്സവം ആണ്. ഇന്നത്തെ ദിവസം അവരെങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് പറയാൻ പറ്റില്ല. നാളെ ഈ ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള ഈ സ്വർണ്ണരഥത്തിൻ്റെ ഓട്ടം രാവിലെ ആരംഭിക്കും. മകനെ രഥത്തിൻ്റെ മുമ്പിൽ കിടത്തിയേക്കാമെന്ന് ഭഗവാന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞു. അത് തെറ്റിക്കാതിരിക്കാൻ പറ്റില്ല. എന്തിനാ എപ്പോഴും കരയണേ എന്നിങ്ങനെ ചോദിക്കും ഭർത്താവ്. അപ്പോൾ ഇന്ന് രാത്രിയെങ്കിലും അദ്ദേഹത്തിനോട് ഈ കാര്യം പറയാതെ പറ്റില്ലല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ അദ്ദേഹത്തിന് തോന്നുക? അദ്ദേഹത്തിൻ്റെ ഉണ്ടായ ഉണ്ണിയല്ലേ, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആകെ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ തകർച്ച കാണാനും വയ്യ, വാക്ക് തെറ്റിക്കാനും വയ്യ, എങ്ങനെയാണ് സഹിക്കുക എന്നൊക്കെ വിചാരിച്ചു. വെളുപ്പാങ്കാലത്ത് ഈ ഭാര്യ എന്തായാലും പറയാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വെളുപ്പാങ്കാലമായപ്പം ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛനോട് അമ്മ പറയുന്ന കാര്യങ്ങൾ ഈ മകനും അടുത്ത് നിന്നിട്ട് കേട്ടു. മകനൊരു പ്രശ്നവും ഉണ്ടായില്ല, മകനൊരു വിഷമവും ഉണ്ടായില്ല. ഭർത്താവിനാണെങ്കിൽ കണ്ണ് നിറഞ്ഞൊഴുകി. എന്നിട്ട് ഭഗവാനെ തൊഴുത് ആ നിലത്തങ്ങോട്ട് കിടന്നു. രണ്ടുപേരും ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ആ നിലത്തങ്ങോട്ട് കിടന്നു. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലല്ലോ. രാവിലെ 9 മണി ആയപ്പോൾ നന്നായിട്ട് അലങ്കരിച്ച് ഭഗവാന്റെ സ്വർണ്ണരഥം ഭഗവാനെ പൂജിച്ചിരുത്തി എഴുന്നള്ളിക്കാൻ തുടങ്ങും 9 മണിക്ക്. 10,000 ഭക്തജനങ്ങളാണ് ആ രഥത്തിൽ ഒരു വടം കെട്ടിയിട്ടുണ്ടാവും.
ആ വടം പിടിച്ച് വലിച്ചിട്ടാണ് തേര് ഉരുട്ടണത്. അതിൽ പ്രധാന പൂജാരി അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് വടം വലിക്കൂ എന്ന് പൂജാരി പറയും. അപ്പോഴാണ് ഭക്തജനങ്ങൾ ഇത് വലിക്കുക. അത് കേൾക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഈ തേര് വലിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് കരഞ്ഞ് വയ്യാതെയായിട്ട് ഈ ഭാര്യയും ഭർത്താവും രഥത്തിൻ്റെ മുമ്പിൽ ഒന്ന് നിന്നു. ഉത്സാഹമായിട്ട് അവരുടെ മകനും പുഞ്ചിരിച്ച്, ആ മകനും യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. അപ്പോൾ അമ്പലത്തിലുള്ളവരെയൊക്കെ പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, അത് നടത്തണം എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു. അമ്പല കമ്മിറ്റിക്കാരോ അവരോടൊക്കെ, അമ്പലത്തിലെ ആളുകളോടൊക്കെ പറഞ്ഞു. ഈ മകൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭാര്യയും ഭർത്താവ്, അച്ഛനും അമ്മയും കൂടി രഥത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കിടന്നു. അപ്പോൾ അവർക്ക് ഈ മകനില്ലാതെ ഇനി ജീവിക്കാൻ വയ്യ. മകൻ ഈ രഥത്തിൻ്റെ അടിയിൽ പെട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെന്തിനാണ് ജീവിക്കുന്നത് എന്ന് അവർ ചോദിച്ചിട്ട് അവരും ആ രഥത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കിടന്നു. അപ്പോൾ ഈ ദേവസ്വത്തിൽ അധികൃതർ ഒരുപാട് പ്രയാസപ്പെട്ട് രഥത്തിൻ്റെ മുമ്പിൽ നിന്ന് അവരെ മാറ്റി. ആ മകനോടൊപ്പം അവരും മരിച്ചോളാം എന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഈ സ്വർണ്ണ കസവുള്ള ഒരു പട്ട് രഥത്തിൻ്റെ മുമ്പിൽ വിരിച്ചു. അതുമ്മേൽ സന്തോഷമായിട്ട് ആ അരുമ മകനുണ്ട്. ആ പൂജാരി ആ മകനോട് പറഞ്ഞു, കുട്ടി, ഈ പട്ടിന്മേൽ ധൈര്യമായിട്ട് മലർന്ന് കിടന്നോളൂ. ഇന്ന് നിൻ്റെ 15ാം പിറന്നാളല്ലേ, നിന്നെ ഭഗവാന്റെ രഥത്തിൻ്റെ മുമ്പിൽ കിടത്തിക്കോളാമെന്ന് നിൻ്റെ അമ്മ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തതാണ്. ആ പ്രതിജ്ഞയുടെ ഫലമായിട്ടാണ് നീ ഉണ്ടായത് തന്നെ. ഇന്ന് വരെ ജീവിക്കാനിടയായതും ആ ഭഗവാനോടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. ഭഗവാന്റെ ഈ കാണുന്ന സ്വർണ്ണരഥത്തിൻ്റെ ചക്രം കയറി അരഞ്ഞ് നിൻ്റെ ഈ ഭൗതിക ശരീരം നശിക്കും. ആത്മാവ് ആ ഭഗവാനിൽ ലയിക്കും. ധൈര്യമായിട്ട് കിടന്നോളൂ, നീ ഭഗവാന്റെ അടുത്തേക്കല്ലേ പോണത്, പ്രാർത്ഥിച്ചു കൊണ്ട് കിടന്നോളൂ, ഈ തിരുപ്പതി തേവരെ പ്രാർത്ഥിച്ചു കൊണ്ട് കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തു. നിനക്കും നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി പ്രത്യേകം പൂജകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ആ കുട്ടിയെ ധൈര്യപ്പെടുത്തി. അപ്പോൾ ആ മകൻ ഈ പൂജാരിയുടെ വാക്കുകളൊക്കെ കേട്ട് നിന്നു. പട്ടിന്മേൽ കിടക്കണതിന് മുമ്പായി പൂജാരിയുടെ നേരെ നോക്കി കൈ കൂപ്പിക്കൊണ്ട് അവൻ സന്തോഷമായിട്ട് പറഞ്ഞു, എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഒരു സങ്കടവും ഇല്ല, അത്രയും സന്തോഷമേ ഉള്ളൂ. എന്നായാലും പോവണ്ടേ, എന്നായാലും മരിക്കണ്ടേ എന്നാണ് അവൻ ചോദിച്ചത്. അത് ഇന്നായി എന്നല്ലേ ഉള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാവാനിടയാവരുത്. അവരെ അവിടുന്ന് വേണ്ട പോലെ സംരക്ഷിക്കണം എന്ന് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ എന്ന് പറഞ്ഞു ആ 15 വയസ്സുകാരൻ. അങ്ങനെ ആ കുട്ടി സ്വർണ്ണരഥത്തിൻ്റെ മുമ്പിൽ വിരിച്ചിട്ട് തിളങ്ങണ പട്ടിൻ്റെ സ്വർണ്ണരഥത്തിൻ്റെ മുമ്പിൽ നിലത്ത് സ്വർണം പോലെ തിളങ്ങണ പട്ട് വിരിച്ച് ആ പട്ടിന്മേൽ ആ കുട്ടി അവിടെ അങ്ങോട്ട് കിടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സ്വർണ്ണരഥത്തിൻ്റെ മുമ്പിൽ തട്ടിച്ചുകൂടി നിൽക്കണത് ഈ ഒരു രംഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിക്കാനുള്ള വടം പ്രദക്ഷിണ വഴിയിൽ അങ്ങനെ നീളെ കിടക്കുന്നുണ്ട്. രഥത്തിന്മേൽ കയറി ഇരുന്നിട്ട് പ്രധാന പൂജാരി കൽപ്പന പുറപ്പെടുവിച്ചാൽ ആ നിമിഷം രഥം ഉരുളും. രഥത്തിൻ്റെ മുമ്പിൽ അങ്ങനെ മലർന്ന് കിടക്കണ ഈ പയ്യനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരങ്ങനെ ഇരച്ച് കയറുകയാണ്. അപ്പോൾ പ്രധാന പൂജാരി ഈ പൂജകൾക്കൊക്കെ ശേഷം ആ 15 വയസ്സുകാരൻ പയ്യൻ്റെ കഴുത്തിൽ ഒരു ചെത്തിമാല ഇടിച്ചു. അപ്പോൾ കണ്ണീരോടെ ആ പൂജാരിക്കും സങ്കടം വന്നു. ആ പയ്യനെ നോക്കി തൊഴുതിട്ട് സ്വർണ്ണരഥത്തിൽ കയറി ഭഗവാന്റെ അടുത്തിരുന്നു. ഭഗവാന്റെ ഒരു വിഗ്രഹം ആ തേരിലുണ്ടാവുമല്ലോ.
ആ വിഗ്രഹത്തിനടുത്ത് പൂജാരി കയറിയിരുന്നു. ഇനി ആ പൂജാരി രഥം വലിക്കൂ എന്നൊരു ആജ്ഞ കൊടുത്താൽ അപ്പോൾ തേരുരുളും എന്ന അത്രയും അടുത്ത നിമിഷമാണ്. അപ്പോൾ സ്വർണ്ണരഥത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പൂജാരി സ്വർണ്ണരഥത്തിൽ കയറിയിരുന്ന് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് ഇനി തേര് വലിച്ചോളൂ എന്നൊരാജ്ഞ കൊടുക്കണ്ട അതേ ഉള്ളൂ. ആ സമയത്ത് എവിടുന്നാന്നറിയില്ല ഭയങ്കരമായിട്ടൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റടിച്ചിട്ട് പൊടിപടലങ്ങൾ അങ്ങനെ പൊങ്ങി പറക്കാൻ തുടങ്ങി. പൊടിയായിട്ട് ഈ ആളുകളുടെ കണ്ണിലും മൂക്കിലും ഒക്കെ ഈ പൊടി എവിടുന്നാന്നറിയാതെ ഒരു കൊടുങ്കാറ്റ്. ഈ പൂജാരി അടക്കം ഒരാൾക്കും ഒന്ന് മിണ്ടാനോ ഒന്ന് കണ്ണ് തുറക്കാനോ സാധിച്ചില്ല. കണ്ണ് തുറക്കാൻ പറ്റണില്ല, എന്താ അവിടെ സംഗതി നടക്കുന്നേ എന്നുപോലും ആർക്കും കാണാൻ പറ്റിയില്ല. ആർക്കും ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല, ഈ കാറ്റ് കാരണം ശ്വാസം കിട്ടണില്ല. അങ്ങനെ ഒരു അവസ്ഥ കുറച്ച് നേരത്തേക്ക്. എന്താ ഉണ്ടാവണേ, എന്താ അതെന്ന് ആർക്കും മനസ്സിലായില്ല. അത്രയ്ക്കൊരു ഭയങ്കര കാറ്റായിരുന്നു. ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പൊടിപടലവും ആഞ്ഞ് വീശിയടിച്ച കാറ്റും ഒക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നിന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ, ഭഗവാന്റെ സ്വർണ്ണരഥം ഈ ദമ്പതികളുടെ മകൻ കിടന്നിരുന്ന അതിൻ്റെ മുകളിൽ കൂടി പൊങ്ങി അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഈ മകനെ തൊട്ടിട്ടില്ല. രഥം സ്വയം ആരും വലിക്കാതെ തന്നെ അപ്പുറത്തേക്ക് പൊങ്ങി ചാടി അപ്പുറത്തേക്ക് പോയിരിക്കണു എന്ന്. ആ രഥത്തിൻ്റെ 4 ഇരുമ്പ് ചക്രവും പകുതിയോളം ആ കരിങ്കല്ല് വിരിച്ച പ്രദക്ഷിണ വഴിയിൽ, കരിങ്കല്ലിൻ്റെ പ്രദക്ഷിണ വഴിയാണ്, അവിടെ ആ രഥം താണു പോയിരിക്കണു, രഥത്തിൻ്റെ ചക്രം എന്നാണ് പറയണത്. ഈ പൂജാരിയും മറ്റ് ഭക്തജനങ്ങളും ഒക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ പട്ട് വിരിച്ച് കിടത്തിയിരുന്ന ആ 15 വയസ്സുകാരൻ പയ്യനുണ്ടല്ലോ, രഥത്തിൻ്റെ പിന്നിലാണ് ഇപ്പോൾ കിടക്കണേ. ആദ്യം രഥത്തിൻ്റെ മുമ്പിലായിരുന്നു. ഇപ്പോൾ ഈ 15 വയസ്സുകാരനുണ്ട് രഥത്തിൻ്റെ പിന്നിൽ അങ്ങനെ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. പൂജാരിക്ക് ഈ വിശ്വസിക്കാൻ പറ്റിയില്ല, ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. രഥത്തിൻ്റെ മുമ്പിൽ രഥചക്രം കയറി ശരീരം ചതഞ്ഞരഞ്ഞ് അരയുന്നതിന് വേണ്ടി അങ്ങനെ കാത്തു കിടക്കുകയാണ് ഈ പയ്യൻ. അവനെ തൊടാതെ രഥം തനിയെ പൊങ്ങി എങ്ങനെ മുമ്പോട്ട് കടന്നത് എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല, ആർക്കും അറിയില്ല. രഥചക്രം പകുതിയോളം പ്രദക്ഷിണ വഴിയിൽ താണു പോയിരിക്കുന്നു. അപ്പോൾ ആർക്കും കാണാൻ കഴിയാതെ പൊങ്ങി ചാടി എന്ന് ആണല്ലോ കരുതേണ്ടത്. ആരുടെ ശക്തിയാണത്? രഥത്തിന് പുറകിൽ കണ്ണടച്ചിങ്ങനെ കിടക്കുകയാണ് ആ പയ്യൻ. അവനെ പൂജാരി ചെന്ന് കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഏതാണ്ട് അബോധാവസ്ഥയിലാണ്. അവരുടെ അടുത്തേക്കാണ് ഈ മകനെ കൂട്ടിക്കൊണ്ട് പോയത് ആ പൂജാരി. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ മേൽ ഭഗവാന്റെ സ്വർണ്ണരഥം കയറിയില്ല, അവനെ തൊടാതെ ഉണ്ട്. ആ രഥം ഉയർന്നിട്ട് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്രദക്ഷിണ വഴിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ രഥത്തിൻ്റെ വടത്തിന്മേൽ നിങ്ങൾ 2 പേരും ഈ മകനും കൂടി പിടിക്കണം, നിങ്ങളും കൂടണം ഈ രഥം വലിക്കാൻ എന്നാണ് ആ പൂജാരി പറയണത്. നിങ്ങളുടെ ഈ മകനെ ഭഗവാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ആ സന്തോഷത്തോടെ നിങ്ങൾ ഈ മകനെ ഒന്ന് ആശ്ലേഷിക്കൂ. ഭഗവാൻ തന്ന ഈ തങ്കക്കുടത്തിനെ നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നിരിക്കുന്നു ഭഗവാൻ. എത്രയും വേഗം നിങ്ങൾ 3 പേരും കൂടെ ഈ ഭഗവാന്റെ സ്വർണ്ണരഥത്തിൻ്റെ വടത്തിന്മേൽ പിടിക്കണം. ഞാൻ രഥത്തിൽ കയറിയിരുന്ന് നോക്കുമ്പോൾ നിങ്ങളെ കണ്ടാൽ മാത്രമേ രഥം വലിക്കാനുള്ള കൽപ്പന കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പൂജാരി സ്വർണ്ണരഥത്തിൽ കയറിയിരുന്നു. അങ്ങനെ
അങ്ങനെയാണ് അന്ന് ആ രഥം ഇവരും 3 പേരും കൂടി ചേർന്ന് വലിച്ച് ആണ് അന്ന് ആ രഥോത്സവം ഉണ്ടായത്. ഈ മകനും അവൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് വലിച്ചു. അങ്ങനെയാണ് അന്നത്തെ ആ രഥോത്സവം ഉണ്ടായത് എന്നാണ് പറയണത്. അന്ന് ആ രഥത്തിൻ്റെ ചക്രം താണുപോയതിൻ്റെ അടയാളം തിരുപ്പതിയിലെ പ്രദക്ഷിണ വഴിയിൽ ഇപ്പോഴും കാണാം എന്നാണ് പറയപ്പെടുന്നത്. അവിടെ തിരുപ്പതിയിൽ പോയി ദർശനത്തിന് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് പറയണേ. എനിക്ക് ഈ തിരുപ്പതിയിൽ പോകാൻ ഇതുവരെയും ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിനി ഉണ്ടാവുമോ എന്ന് പറയാനും പറ്റില്ല. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ തിരുപ്പതിയിൽ വരെ പോയി ഭഗവാനെ ഒന്ന് ദർശിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ തിരുപ്പതിയിൽ പോയിട്ടുള്ളവർ ആ പ്രദക്ഷിണ വഴിയിൽ ഇതുപോലെ ഈ ഒരു അടയാളം ഇപ്പോഴും ഉണ്ടോ എന്നൊന്ന്, ഏതോ കാലത്ത് നടന്ന ഒരു കഥയാണ്. ഇപ്പോഴും ആ അടയാളം അവിടെ ഉണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ഇവിടെ ഒരു കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ വലിയ സന്തോഷമായി. അടുത്തൊരു കഥയുമായിട്ട് അടുത്ത തവണ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.